ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പോത്തിൻ്റെ പതപ്പയാണ്, അല്ലെങ്കിൽ ലെങ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഏകദേശം നമ്മളിത് 1 കിലോയോളമാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു പെരട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ രസകരമായ നല്ല അടിപൊളി വീഡിയോകളൊക്കെ നിങ്ങൾ വരുന്നതായിരിക്കും. അപ്പം അധികം വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം. എല്ലാവരും വായോ. അപ്പോൾ നമ്മുടെ പതപ്പയൊക്കെ ഞുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മളിത് വെന്തത് ശേഷമാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിലേക്കെല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. കാരണം നല്ല പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ പതപ്പ എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തിലും ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് കുക്കർ അടച്ചു വെച്ച് ഒരു 8 വിസിലോളം അടുപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഒരു 1/4 ഭാഗം നമുക്കിത് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മളൊരു വലിയൊരു സവാള ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇത്രമാണ്. അപ്പോൾ ഇനി പതപ്പ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട ബാക്കി മസാലകൾ ചേർക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതാണ് വഴറ്റിയെടുക്കുന്നത്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴാണ് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും നല്ലൊരു രുചിയും കിട്ടും. അപ്പോൾ നമ്മൾ 2 കറിവേപ്പില തണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് വഴറ്റിയിട്ടുണ്ട്. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മസാല വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് യാതൊരുവിധ ടേസ്റ്റും കിട്ടുകയില്ല. കാരണം ഈ കരിച്ചവയായിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലകൾ വറക്കുമ്പോൾ എപ്പോഴും തീർത്ത ലോയിൽ വെച്ചിട്ട് സാവധാനം നമ്മൾ ഇത് വഴറ്റിയെടുക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് പരുവത്തിൽ ആ കളറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്ന വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പതപ്പയാണ്. അവൻ 8 വിസിലൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. അപ്പോൾ പ്രഷറൊക്കെ പോയി കാണും. ഇനി നമുക്ക് പതിയെ അതും കൂടെ തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയാൽ ഇത് കണ്ട് നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് വെന്ത് വന്നപ്പോൾ അതിൽ വെള്ളമെല്ലാം ഇറങ്ങി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമ്മൾ മസാലയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇവനെ നമ്മൾ പതിയെ ഇതിലേക്ക് തട്ടിയിട്ടിട്ട് അത് കണ്ടോ, നമ്മൾ നന്നായിട്ട് ഇനി ഇവനെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ പതപ്പം നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് മൊത്തത്തിൽ മേടിച്ചിട്ട് നുറുക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി വലുതാക്കി മുറുക്കി ശ്രമിക്കണം. ഞാൻ ഒരു മീഡിയം ടൈപ്പിലാണ് ഇത് മുറിച്ചെടുത്തത്. പക്ഷേ വെന്ത് വന്നപ്പോൾ തീർത്ത് ചുരുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഇച്ചിരി കൂടെ വലിപ്പത്തിൽ, കാരണം നമ്മൾ കുക്കറിലിട്ട് വിസിലടിക്കുമ്പം ഇത് ഇച്ചിരി കൂടെ ചുരുങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലുതാക്കി തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവനെ നമുക്ക് ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് സമയമൊക്കെ എടുത്ത് സാവധാനം പതിയെ എല്ലാ മസാലയൊക്കെ നമുക്ക് ഇത് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. കാരണം നമ്മൾ ആദ്യമേ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തതെങ്കിലും ഈ മസാലയുമായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഇളക്കണം. നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വറ്റാൻ വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിലിടുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എങ്കിലും നമുക്ക് ആ കുരുമുളകിൻ്റെ ആ പച്ച കുരുമുളക് പൊടിച്ചതാണ്, അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം തന്നെ എൻ്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. അതുപോലെ നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ കറക്റ്റ് അതിൻ്റെ ഗ്രേവി എല്ലാം വെള്ളം വറ്റി കഴിഞ്ഞ് നമ്മളിത് വാങ്ങി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും